നമസ്കാരം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്യാപ്റ്റൻസി ഒഴിയാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ടീമിന്റെ തുടർ പരാജയങ്ങൾക്കൊപ്പം തന്നെ തന്റെ മോശം ഫോം കൂടി കണക്കിലെടുത്താണ് രോഹിത്തിന്റെ തീരുമാനമെന്നാണ് അറിയുന്നത്. ക്യാപ്റ്റൻസിക്കൊപ്പം ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്നതിനെ കുറിച്ച് കൂടി രോഹിത് ആലോചിക്കുന്നുണ്ട് എന്നാണ് ടീമിന്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ 2-0 തോറ്റാണ് ഇന്ത്യ ഓസ്ട്രേലിയയിലെത്തിയത്. രോഹിത്തിന്റെ നായകത്വത്തിന് കീഴിലുള്ള അവസാന 6 ടെസ്റ്റുകളിൽ ഇന്ത്യ വിജയിച്ചിട്ടില്ല. ബോർഡർ ഗവസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ രോഹിത് വിട്ടുനിന്നപ്പോൾ ജസ്പ്രീത് ബുംറയായിരുന്നു ടീം ഇന്ത്യയെ നയിച്ചത്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. രോഹിത് തിരിച്ചെത്തിയ ഗാവ ടെസ്റ്റ് സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ശേഷം അഡ്ലൈഡിലും മെൽബണിലും തോറ്റു. കഴിഞ്ഞ 5 ഇന്നിംഗ്സുകളിൽ നിന്ന് 6.2 ശരാശരിയിൽ 31 റൺസ് മാത്രമാണ് രോഹിത്തിന്റെ സമ്പാദ്യമായിട്ട് പറയാനുള്ളത്. സെപ്റ്റംബറിൽ ബംഗ്ലാദേശ് പരമ്പര ആരംഭിച്ചതിനു ശേഷം 15 ഇന്നിംഗ്സുകളിൽ നിന്ന് വെറും 10.93 ശരാശരിയിൽ 164 റൺസ് മാത്രമാണ് 37-കാരനായ രോഹിത്തിന് നേടാൻ സാധിച്ചത്. രോഹിത്തിന്റെ ബാറ്റിംഗ് ഫോം മെച്ചപ്പെടാതെ തുടരുന്നതിനാൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ തോൽവിക്ക്, മെൽബൺ ടെസ്റ്റിലെ തോൽവിക്ക് ശേഷം താരം വിരമിച്ചേക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സിഡ്നി ടെസ്റ്റിന് ശേഷം രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. രോഹിത്തിന്റെ വിരമിക്കൽ സംബന്ധിച്ച് BCCI ഉന്നതരും സെലക്ടർമാരും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നിരുന്നാലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ രോഹിത്തിന് തുടരുന്നതിന് തടസ്സമുണ്ടായേക്കില്ല. 2025 WTC ഫൈനലിലെത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ ഇനി വളരെ വിരളമാണ്. 2 തവണ റണ്ണേഴ്സപ്പായ ഇന്ത്യക്ക് സിഡ്നി ടെസ്റ്റ് ജയിക്കുകയും ശ്രീലങ്ക ഓസ്ട്രേലിയ 2-0 പരാജയപ്പെടുത്തുകയും ചെയ്താൽ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് സാധ്യതകളുണ്ട്. 67 ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള രോഹിത് ശർമ്മ 4301 റൺസാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. 12 സെഞ്ചുറിയും 18 അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 212 ഏറ്റവും ഉയർന്ന സ്കോർ. ഇന്ത്യയെ 24 ടെസ്റ്റിൽ രോഹിത് നയിച്ചിട്ടുണ്ട്. ഇതിൽ 12 എണ്ണത്തിൽ ജയിച്ചപ്പോൾ 9 എണ്ണത്തിൽ തോൽവി രുചിക്കുകയായിരുന്നു. 3 എണ്ണം സമനിലയിലും കലാശിച്ചു.